മലയാള സിനിമാ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ, കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളായി അഭിനയിച്ച നായകൻ, പ്രേക്ഷകരുടെ ജനപ്രിയ നടൻ ദിലീപ്. പ്രേക്ഷകർക്ക് ഇത്രയും പ്രിയപ്പെട്ട നായകൻ എങ്ങനെ സിനിമയ്ക്ക് പുറത്തും അകത്തും വില്ലനായി? കുറച്ചു നാളുകളായി നടക്കുന്ന ചർച്ചയാണിത്. അതിന് കാരണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ് ആയിരുന്നു. ദിലീപിന്റെ അറസ്റ്റ് മലയാളികൾക്ക് ഏറെ ഞെട്ടലുണ്ടാക്കി. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ദിലീപ് വില്ലനായി മാറുകയാണ്. മലയാള സിനിമാ രംഗത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന സത്യം പുറലോകം അറിഞ്ഞിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ്. മലയാള സിനിമയിൽ 15 അംഗങ്ങൾ അടങ്ങുന്ന മാഫിയ ഗ്രൂപ്പിന് കീഴിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നും ഇവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ ഇവർ പരിഗണിക്കുന്നുവെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. പവർ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ഇപ്പോഴത്തെ ദിലീപിനെ കുറിച്ച് സംവിധാനം വിനയൻ വെളിപ്പെടുത്തലാണ് ചർച്ചയാവുന്നത്. 2020 സിനിമ നിർമ്മിച്ചതിന് ശേഷം ദിലീപ് മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ സ്വാധീനമുള്ള ശക്തിയായി മാറിയെന്നും 2017 നടി ആക്രമിക്കപ്പെടുന്നതുവരെ മലയാള സിനിമയുടെ കടിഞ്ഞാൺ ദിലീപിന്റെ കയ്യിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നിലവിൽ 8ാം പ്രതിയാണ് ദിലീപ്. AMMA അടക്കമുള്ള മലയാള സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും നിയന്ത്രണം ദിലീപിന്റെ കയ്യിലായിരുന്നുവെന്നും നടി ആക്രമിക്കപ്പെട്ടപ്പോഴും മലയാള സിനിമയിലെ പ്രമുഖർ ദിലീപിന്റെ കൂടെ നിന്നത് അതിന്റെ തെളിവാണ്. നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷമാണ് ഈ ലോബിയുടെ ശക്തി കുറഞ്ഞു വന്നതെന്നും വിനയൻ വെളിപ്പെടുത്തുന്നു. മഞ്ജു വാര്യർ രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങിയതിനെ ദിലീപ് ശക്തമായി എതിർക്കുകയും അവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. മഞ്ജുവും കുഞ്ചാക്കോ ബോബനും ജോഡികളായ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന് കുഞ്ചാക്കോ ബോബൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ദിലീപ് തന്റെ അവസരങ്ങൾ പലതവണ ഇല്ലാതാക്കിയെന്ന് ഭാവന അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബുവിന് പലതവണ പരാതി നൽകിയിരുന്നെങ്കിലും അതിലൊന്നും സംഘടന ഇടപെട്ടില്ല. എതിർക്കുന്ന അഭിനേതാക്കൾ, എഴുത്തുകാർ, സംവിധായകർ, മറ്റ് സാങ്കേതിക പ്രവർത്തകർ എന്നിവരെയെല്ലാം അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയെന്നാണ് വിമർശനം. പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പവർ ഗ്രൂപ്പിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. പാർവതിക്ക് മുൻപേ ഈ പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ കാരണം വിലക്ക് നേരിട്ട വ്യക്തിയായിരുന്നു താനെന്നും പൃഥ്വി പറഞ്ഞിരുന്നു. ചില സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരും എല്ലാം ദിലീപിന്റെ താവളത്തിൽ ശക്തമായി നിലയുറച്ചു. ഇവരെയാണ് പവർ ഗ്രൂപ്പ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. പവർ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കാലം പല രീതിയിൽ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, സിദ്ദീഖ്, മുകേഷ്, ഇടവേള ബാബു അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ കേസുകളാണുള്ളത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയാണുള്ളത്. അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും മുമ്പ് മാധ്യമങ്ങളെ നേരിൽ കണ്ട് പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വിശദമാക്കാൻ പോലും മോഹൻലാലിന് കഴിഞ്ഞില്ല. ഗണേഷ് കുമാറിന് വേണ്ടി ജഗദീഷിനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനും മോഹൻലാലും മുകേഷും അടക്കമുള്ളവർ ശ്രമിച്ചിരുന്നു. എങ്ങനെ നല്ല സിനിമ നിർമ്മിക്കാം എന്നല്ല, തങ്ങളുടെ സംഘത്തിന് എങ്ങനെ സിനിമയിൽ അടക്കി വാഴാം എന്ന് മാത്രമാണ് ദിലീപും സംഘവും നോക്കിയതെന്നും ഇതിന് മലയാളത്തിലെ പല ചാനലുകളുടെയും ഒത്താശയുണ്ടായിരുന്നുവെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. മാത്രമല്ല, മറ്റ് താരങ്ങളുടെ അടക്കം ചിത്രങ്ങളുടെ റിലീസുകൾ നിയന്ത്രിച്ചു. തിയേറ്റർ ഉടമകളുടെ സംഘടന പൊളിച്ചു. അതിന്റെ തലപ്പത്ത് നിന്ന് ലിബർട്ടി ബഷീറിനെ മാറ്റി പുതിയ സംഘടനയും ഉണ്ടാക്കി. അതാണ് ഫിയോ. മോഹൻലാലിന്റെ മാനേജർ ആന്റണി പെരുമ്പാവൂറാണ് അതിന്റെ മറ്റൊരു സാരഥി. ഇത്തരത്തിൽ എല്ലാവരെയും ചവിട്ടിമെതിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായത്. നടിയും ദിലീപും തമ്മിലുള്ള വഴക്ക് സിനിമാ മേഖലയിൽ പരസ്യമായ രഹസ്യമായിരുന്നു. നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് ഭീഷണി മുഴക്കിയിരുന്നതായി നടി ഭാമ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ കോടതിയിൽ അത് മാറ്റിപ്പറഞ്ഞു. ഇത് ദിലീപിന് സ്വാധീനം കൊണ്ടാണെന്ന ആരോപണം ശക്തമാണ്. ഭാമ മാത്രമല്ല, സിദ്ദീഖ്, ഇടവേള ബാബു, ബിന്ദു പണിക്കർ തുടങ്ങിയ പലരും മൊഴി മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ പകർപ്പുകൾ പുറത്തു വരികയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിലായ ശേഷമാണ് സിനിമയുടെ നിയന്ത്രണം ദിലീപിന്റെ കയ്യിൽ നിന്നും പോകുന്നത്. എങ്കിലും ഒപ്പമുള്ളവരായിരുന്നു ചരട് വലിച്ചിരുന്നത്. അതും പൊട്ടിത്തകർന്ന് വീണിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ സോഷ്യൽ മീഡിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.